തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെ നമുക്കെല്ലാവർക്കും ഏറെ ഇഷ്ടമാണ്. എപ്പോൾ പള്ളിയിൽ പോയാലും പരിശുദ്ധ അമ്മയുടെ മുന്നിൽ വന്ന് അമ്മയോട് എന്തെങ്കിലുമൊക്കെ പറയാതെ തിരിച്ചു പോരുക നമുക്ക് പ്രയാസമുള്ള കാര്യവും കൂടെയാണ്. എന്താണ് നമ്മളെ അമ്മയുമായി ബന്ധപ്പെടുത്തുന്ന ഘടകമെന്ന് പറയുക? പരിശുദ്ധ അമ്മയിൽ 3 സ്വഭാവങ്ങളുണ്ട്. അതിലേറ്റവും ആദ്യം നമ്മൾ കാണുന്നത് നിശബ്ദയാകുന്ന പരിശുദ്ധ അമ്മയാണ്. ദൈവത്തിൻ്റെ മുന്നിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അമ്മയിലെ 1ാമത്തെ സ്വഭാവം നിശബ്ദതയാണെങ്കിൽ, അമ്മയിലെ 2ാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് ശബ്ദിക്കുന്ന അമ്മയാണ്. ദൈവത്തിൻ്റെ സങ്കീർത്തനം പാടുന്ന കാര്യത്തിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യത്തിൽ മറിയം നിശബ്ദയാകുന്നില്ല. അമ്മയ്ക്ക് 100 നാവാണ്. താൻ വിശ്വസിക്കുന്ന, താൻ പ്രതീക്ഷിക്കുന്ന, താൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് അമ്മയ്ക്ക് 100 നാവാണ്. എന്താണ് അമ്മയിലെ 3ാമത്തെ സ്വഭാവം? 1 നിശബ്ദയാകുന്ന അമ്മ, 2 ശബ്ദിക്കുന്ന അമ്മ, 3ാമത്തത് പ്രവർത്തിക്കുന്ന അമ്മയാണ്. അമ്മയുടെ പ്രവൃത്തികളൊക്കെ വളരെ തിടുക്കത്തിലാണ്. ഇളയമ്മയെ സഹായിക്കാൻ പോകുന്നത് പോലും തിടുക്കത്തിൽ യാത്ര ചെയ്തു എന്നാണ് സുവിശേഷകൻ നമ്മളോട് പറയുക. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോഴും വിശ്വാസത്തിൽ വളരുമ്പോഴുമൊക്കെ ഈ അമ്മയിലെ 3 സ്വഭാവം നമ്മിലേക്കും ചാലിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് മുന്നിൽ അല്പനേരം ശാന്തമായിരിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അതിലും ഉപരി ദൈവത്തോട് ചേർന്നായിരിക്കുമ്പോൾ കിട്ടുന്ന ആ മനസ്സിൻ്റെ ആനന്ദം അത് ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ മറിയത്തോടൊപ്പം നമ്മളും ദൈവത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. കുടുംബമാണ് മറിയത്തോടൊപ്പം ദൈവത്തിലേക്ക് യാത്ര ചെയ്യുക. അതുകൊണ്ട് കുടുംബത്തിൻ്റെ മധ്യസ്ഥയായ അമ്മയുടെ ആ നിശബ്ദതയും ശബ്ദവും തിടുക്കത്തിലുള്ള പ്രവൃത്തിയും നമുക്കും അനുകരിക്കാം. മറിയത്തിൻ്റെ നല്ല മക്കളായി നമുക്കും വളരാം.